നമസ്കാരം. കെ.എസ്.ആർ.ടി.സിയിൽ സൗജന്യ യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്കാണ് അനുഭവസ്ഥരുടെ ചില വീഡിയോസ് നിങ്ങൾ കാണണം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്ത്രീ പങ്കുവച്ച വീഡിയോ ആണ്. ഇന്ന് രാവിലെ മുതൽ തുള്ളിച്ചാടി നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നു. എന്തിന്? ഇന്ന് മുതൽ വനിതകൾക്ക് സൗജന്യമാണല്ലോ. അവസാനം സംഭവിച്ചത് എന്താണെന്ന് നമ്മളൊന്നും പറയുന്നില്ല, അവർ തന്നെ നിങ്ങളോട് വിശദീകരിക്കട്ടെ. ഈ ജോലിയുള്ളവർക്ക് എന്തിനാണ് ഫ്രീ ടിക്കറ്റ് എന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ആരും വിഷമിക്കേണ്ട, നല്ല രീതിക്ക് അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയോ കുറച്ച് ബസ്സിൻ്റെ പേര് പ്രിയദർശിനി സൗജന്യ യാത്ര, ബാക്കി എല്ലാം ഇപ്പം ഇങ്ങനെ ഒരു ബോർഡുണ്ട്. ഇപ്പോൾ പ്രിയദർശിനി ബസ്സിൽ കാല് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ട് പുറകിൽ വന്ന് പുതിയ സിറ്റി ഫാസ്റ്റ് ബസ്സിൽ കയറിങ് ഓഫീസിൽ വന്ന് രാവിലെ ഈ കാര്യത്തിന് പ്രതിപക്ഷക്കാരനായ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തർക്കിച്ചിട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ചുമ്മാ പോയ ബസ്സിലല്ല ഇപ്പം പേര് സിറ്റി ഫാസ്റ്റ് ബസ്, എന്നാൽ ഇത് ഫാസ്റ്റിൽ ഓടുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. കേട്ടല്ലോ, 23 രൂപ ടിക്കറ്റ് എടുത്ത്. കാര്യം ഇന്നലെ വരെ 20 രൂപ ഉണ്ടായിരുന്നുള്ളൂ. സിറ്റി ഫാസ്റ്റ് എന്ന ബോർഡ് ഒട്ടിച്ച് 3 രൂപ അങ്ങ് കൂട്ടുകയും കൂടി ചെയ്തു. കാര്യം ഇന്നലകളിൽ ഓർഡിനറിയായി ഓടിക്കൊണ്ടിരുന്നതിന് 3 രൂപ ഒറ്റ രാത്രി കൊണ്ട് വർദ്ധിപ്പിക്കുന്ന ഒരു വിസ്മയം കൂടി ഇതിന്റെ ഇടയിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. അങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സൗജന്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറു സൈഡിലൂടെ അവരറിയാതെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി. കേട്ടെ. പൂമ്പാറ്റ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ ആകണം ഭരണാധികാരി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കും. പൂ പോലും അറിയരുത് തേൻ കുടിക്കുന്ന ജനങ്ങൾ അവർക്ക് ഫീൽ ചെയ്യാതെ മേടിക്കണം ടാക്സ് ഭരണാധികാരി. കേട്ടല്ലോ, നിങ്ങൾ അറിയാതെ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ തേൻ നുകർന്നെടുക്കുകയാണ്. ഇതിൽ പണി കിട്ടിയത് ആർക്കാണ്? പുരുഷന്മാർക്കാണ് പണി കിട്ടിയത്. കാര്യം കുറച്ചു പേർക്കെങ്കിലും സൗജന്യമായിട്ട് സ്ത്രീകൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഓർഡിനറി ബസ് ഈ ഒരു ഉടായ്പ് കാണിക്കാൻ വേണ്ടി ഉടനടി സിറ്റി ഫാസ്റ്റ് ആക്കിയപ്പോൾ 3 രൂപയുടെ വർധനവ് അതിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ പാവപ്പെട്ടവർ 3 രൂപ കുറച്ച് യാത്ര ചെയ്തിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ 6 രൂപ അഡീഷണൽ കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഒരു മാധ്യമങ്ങളും മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് പണി കൂടി ഇതിനോടൊപ്പം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കപ്പെടുകയാണ്. കേരളത്തിലുണ്ടായിരുന്ന ഓർഡിനറി ബസ്സുകളെ 4-1 ചുരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന സൗജന്യ വിസ്മയത്തിന് അവസരമുണ്ടാക്കിയിരിക്കുന്നത്. കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഈ സേവനം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബസ്സുകൾ ഉണ്ടാകണം. ഇത് ഓർഡിനറി ബസ്സുകളുടെ നമ്പേഴ്സ് കുറച്ചിട്ട് അതിനകത്ത് സൗജന്യമാക്കി കഴിഞ്ഞപ്പോൾ ഈ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഇന്നത്തെ കാര്യം ഒരിക്കലും നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ തുള്ളിച്ചാടിപ്പോയ ചേച്ചിക്കുണ്ടായ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യത്തിനാണ് പോകുന്നതെങ്കിൽ കിട്ടുന്ന ബസ് കയറി പൊയ്ക്കൊള്ളണം. നിങ്ങളുടെ ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ബസ് വന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ടൈമിങ്ങുകൾ നോക്കി വെക്കണം. കാര്യം ഈ സൗജന്യ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സുകളിലും ഇല്ല, പ്രിയദർശിനി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. പ്രിയദർശിനി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ആകെ എല്ലാം കൂടി വിരലിലെണ്ണാവുന്ന അവസ്ഥയേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് വേണം. പൈസ പോലും ഇല്ലാതെ ചെന്ന് ബസ്സിൽ കയറി കൊടുത്താൽ പണി ഇരന്ന് വാങ്ങിക്കുന്ന അവസ്ഥയാവും. കാര്യം എല്ലാ ബസ്സുകളിലും കിട്ടാത്തതുകൊണ്ട് വഴിയിൽ ഇറക്കി വിടും. സ്ത്രീകളുടെ കയ്യിൽ ഇനി പൈസ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാമെന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് വലിയ അപകടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാര്യം ഇതുപോലെയൊക്കെ പലർക്കും പണി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതിനേക്കാൾ സിറ്റി ഫാസ്റ്റ് ബസ്സിലാണ് കയറേണ്ടി വരുന്നതെങ്കിൽ 3 രൂപ കൂടി അഡീഷണൽ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു റിയാലിറ്റി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം.